നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റായ പ്രശാന്ത് SITയുടെ റഡാറിൽ കുടുങ്ങുകയും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കി ചേർക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു മുമ്പ്. കോൺഗ്രസിൽ നിന്ന് മാറി CPMൽ എത്തിയപ്പോൾ CPM അദ്ദേഹത്തിന് പാരിതോഷികമായി കൊടുത്തതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹവും പങ്കെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. 2019 കവർച്ച, അതായത് കവർച്ച മറയ്ക്കാൻ വേണ്ടി അന്ന് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികളും അതുപോലുള്ള വില പിടിച്ചുള്ള സാധനങ്ങളും എല്ലാം കടത്തിക്കൊണ്ടുപോയി സ്വർണം അതിനകത്ത് ഒരുക്കിയെടുത്ത് വിറ്റപ്പോൾ അതിന് പകരമായിട്ട് വീണ്ടും അത് മറയ്ക്കാൻ വേണ്ടി 2025 സ്വർണം പൂശാൻ വേണ്ടി വീണ്ടും കൊണ്ടുപോകാൻ പോറ്റി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. അതായത് ആദ്യം സ്വർണം എടുക്കുക, പിന്നെ സ്വർണം പൂശുക. അപ്പം ആദ്യത്തെ പ്രസിഡന്റ് പത്മകുമാറും പ്രതിയായി, പ്രശാന്തും പ്രതിയായി. എന്നാൽ ഇതിലൊന്നും പ്രതിയാകാത്ത ചില ആളുകളുണ്ട്. അദ്ദേഹം ഇപ്പോൾ മരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ VGK മേനോൻ, അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു. എന്തിനാ അറിയോ? ശബരിമലയിൽ പഞ്ചമി പാക്കേജുമായിട്ട് ഒരു ഇല്ലീഗൽ അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നു. അരവണ പായസ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. ആ എഗ്രിമെൻറ്റിൽ ഏകദേശം 200 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും അതിൽ VGK മേനോൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നത്. ആ VGK മേനോൻ ഉള്ള കാലത്താണ് അവിടെ ഏറ്റവും വലിയ അഴിമതി നടന്നിരിക്കുന്നത്. പിണറായി വിജയൻ ആണ് അന്ന് പാർട്ടി സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ വിജയ് മല്യ ഇവിടെ വന്നത് എന്നുള്ള റിപ്പോർട്ടാണ് അന്ന് പുറത്തു വന്നത്. വിജയ് മല്യയ്ക്ക് ഇവിടെയുള്ള 9 താഴികുടങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടി ശബരിമല വിട്ടുകൊടുക്കുകയും അവിടെ സ്വർണം പൂശൽ എന്ന പേരിലാണ് വിട്ടുകൊടുത്തത് VGK മേനോൻ. അന്ന് VGK മേനോന് കൊടുത്തത് 5 കോടി രൂപയാണ് എന്നുള്ള വാർത്ത ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അതായത് VGK മേനോൻ അവിടെ ഈ പറയുന്ന വിജയ് മല്യയ്ക്ക് ഈ ശബരിമല പൂർണ്ണമായി അവിടെ സ്വർണം പൂശുക എന്നുള്ള പേരിൽ വിട്ടുകൊടുത്തപ്പോൾ അവിടെ നിന്ന് 30 ലക്ഷം കോടി രൂപ വില വരുന്ന താഴികക്കുടങ്ങൾ, മിനിമം ഇതൊന്നുമല്ല വില, 30 ലക്ഷം കോടി രൂപ വരുന്ന മൾട്ടിപ്പിൾ എനർജി അടങ്ങിയ, നമ്മൾ റൈസ് പുള്ളർ എന്നൊക്കെ പറയില്ലേ, റൈസ് പുള്ളർ എന്ന് പറയുന്നത് റൈസ് അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് കാർബോഹൈഡ്രേറ്റുള്ള വസ്തുത എല്ലാം അട്രാക്റ്റ് ചെയ്യും. ഏത് ധാന്യങ്ങളും ഈ മെറ്റീരിയൽ എടുത്ത് അട്രാക്റ്റ് ചെയ്യും. അത് പിന്നെ കറുത്ത നിറത്തിലുള്ള ഒരു വസ്തുവായിട്ട് പൊടിഞ്ഞു വീഴും. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് പോയാൽ കറുത്ത നിറമാണ് വരിക. അങ്ങനെ അതിനകത്ത് റേഡിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഇതിന് ഹൈ പവറുള്ള മൾട്ടിപ്പിൾ എനർജി അടങ്ങിയ, അതായത് നമ്മളെ ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എനർജി അടങ്ങിയ പവറുള്ള ഈ താഴികക്കുടങ്ങൾ 9 എണ്ണം ഉണ്ടായിരുന്നു. ഈ 9 എണ്ണം അവർ ശാസ്ത്രജ്ഞന്മാരെ, അതിൻ്റെ സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവന്ന് പരിശോധിച്ച് അതിന് പ്രിക്കോഷൻ എടുത്ത് അവരെല്ലാം അഴിച്ചെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോയി. പകരം കൊണ്ടുവച്ചത് ഡ്യൂപ്ലിക്കേറ്റ് താഴികക്കുടങ്ങളാണ്. അതായത് ഈ താഴികക്കുടങ്ങളിൽ എങ്ങനെയാണ് ഈ ഇടിമിന്നൽ വഴി ഇതിനകത്ത് പവർ കയറുന്നത് എന്ന് പറഞ്ഞാൽ, അതിൽ പഴയ കാലത്തെ കോപ്പർ, ഇപ്പോഴത്തെ കോപ്പറല്ല, യാതൊരു അതിനകത്ത് മിശ്രിതമൊന്നുമില്ലാത്ത ഒരു കോപ്പർ സാധനങ്ങളിലാണ്, പാത്രങ്ങളിലോ താഴികക്കുടങ്ങളിലോ ഒക്കെയാണ് ഈ ഇടിമിന്നൽ വഴി പവർ കയറുക. അതാണ് ശാസ്ത്രം പറയുന്നത്. എന്നോട് ഈ കാര്യം പറഞ്ഞത് ഡോക്ടർ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തോട് ഞാൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി, തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും സത്യമുണ്ടോ, റൈസ് പുള്ളർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന മൾട്ടിപ്പിൾ എനർജി കയറുന്ന മെറ്റീരിയൽ, ഇതിൻ്റെ പേരിൽ ധാരാളം വ്യാജ റൈസ് പുള്ളർ മെറ്റീരിയൽ കൊണ്ടുപോയി പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയും അതൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്ക് തട്ടിപ്പ് നടത്തുന്ന വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാഫിയാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത്. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്, അതേപോലെ ആന്ധ്രാപ്രദേശിലുണ്ട്, അങ്ങനെ ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തമിഴ്നാടും കർണാടക തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാന ഭാഗം കേരളത്തിലുണ്ട്. ഈ അടുത്ത കാലത്ത് ഇരിഞ്ഞാലക്കുടയിൽ ഒരു ഇത്തരം തട്ടിപ്പുമായി മെറ്റീരിയൽ ഉണ്ടെന്നുകൊണ്ട് തട്ടിപ്പ് നടത്തിയ ഒരാളെ കൊന്നിരുന്നു. കാരണം കുറേ പണം ആക്കിയ ശേഷം തമ്മിലുള്ള തർക്കത്തിൽ അടിയേറ്റ് അദ്ദേഹം മരിക്കുകയായിരുന്നു. അതിൽ ആ കേസിനെക്കുറിച്ച് എനിക്കറിയാം. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലാണ് കേസുള്ളത്. എന്തായാലും ഇപ്പോൾ ഇരിഞ്ഞാലക്കുട ഇതേപോലെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ ശബരിമലയിൽ
താഴിയക്കുടം, അതായത് 9 താഴിയക്കുടങ്ങൾ അഴിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിന് വ്യക്തമായ തെളിവ് അന്നത്തെ വിജിലൻസ് ഓഫീസറായ ശ്രീ രാധാകൃഷ്ണൻ എനിക്ക് തന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ രേഖയുമുണ്ട്. അദ്ദേഹമായിരുന്നു അവിടെ നടന്ന അരവണപ്പായസ നിർമ്മാണത്തിലെ എല്ലാ രേഖകളും എനിക്ക് തന്നിരുന്ന അന്ന്. അദ്ദേഹം റിട്ടയറായി, അദ്ദേഹം സ്വസ്ഥമായി ജീവിക്കുകയാണ് തിരുവനന്തപുരത്ത്. ആ കേസിൽ അദ്ദേഹത്തെയും ഞാൻ വിസ്തരിച്ചിരുന്നു. അതിൽ എനിക്ക് അനുകൂലമായ വിധി വന്നു. VG മേനോൻ കൊടുത്ത കേസിൽ എനിക്ക് അനുകൂലമായ വിധി വന്ന് ഞാൻ അദ്ദേഹത്തെ വിസ്തരിച്ചിരുന്നു. എന്താണ് അഴിമതി നടത്തിയെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒറ്റയ്ക്ക് തിരുവിതാംകൂർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ദേവസ്വം ബോർഡിൽ ആപ്പാടെ ഒരാൾ മാത്രമേ മെമ്പറായിരുന്നുള്ളൂ, ബാക്കി 2 പേരെ നിയമിച്ചിരുന്നില്ല. അതിനകത്ത് ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള സമയത്താണ് VG മേനോൻ ഒറ്റയ്ക്ക് ഈ ശബരിമലയിൽ അരവണപ്പായസ നിർമ്മാണവുമായിട്ടുള്ള അംഗീകാരം കൊടുത്തത്. അങ്ങനെ അദ്ദേഹത്തെ വിസ്തരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വേറെ പ്രസിഡന്റുമാരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഒപ്പിട്ടിട്ടാണ് കൊടുത്തത്, അങ്ങനെ എടുക്കാനുള്ള അധികാരമില്ല. അത് ബഹുമാനപ്പെട്ട കോടതി അംഗീകരിക്കുക, എനിക്ക് അനുകൂലമായി അതിൽ വിധി എഴുതുകയും ചെയ്തു. അതായത് VG മേനോൻ കൊടുത്ത കേസ് തള്ളിക്കൊണ്ട് ഉത്തരവ് വരികയുണ്ടായി. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അദ്ദേഹം 2018 മുതൽ 21 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് പിണറായി വിജയൻ അവിടുത്തെ CPM സെക്രട്ടറി ആയിരുന്നു. അന്ന് വിദ്യുത് ശക്തി ബോർഡിലൊക്കെ കയറി ലാവലിംഗ് അഴിമതിയൊക്കെ നടത്തിയ ശേഷം കണ്ടമാനം പൈസ ഉണ്ടാക്കി. പിന്നെ അദ്ദേഹത്തിനടുത്ത് ഈ കാര്യം എങ്ങനെയോ അറിയിച്ച് അദ്ദേഹമാണ് അന്ന് അദ്ദേഹത്തിന് ഇത്രത്തോളം കോടാനുകോടി രൂപ കിട്ടുമെന്ന് അറിയില്ല. അന്ന് 5 കോടി റുപ്യയാണ് 5 കോടി റുപ്യയാണ് പിണറായി വിജയന് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 കോടി റുപ്യ നമ്മുടെ ഇയാൾക്കും കൊടുത്തു. ആർക്ക്? VG മേനോൻ കൊടുത്തു. എന്തായാലും ഇവിടെ അഴിമതി നടന്നു എന്നുള്ളതാണ് അന്ന് പറയുന്നത്. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന വിവരങ്ങളാണ്. അന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനൊക്കെ അന്ന് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നല്ല, ക്രൈമിൽ അന്ന് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. VG മേനോനുമാൻ്റെ ഈ അതിനെക്കുറിച്ച് പറയുന്ന ക്രൈമിൻ്റെ പ്രത്യേക ലക്കത്തിൽ ശരിക്കും അന്ന് ഞാൻ VS അച്യുതാനന്ദനെതിരെയായിട്ടായിരുന്നു പ്രസിദ്ധീകരിച്ചത്. കാരണം VS അച്യുതാനന്ദൻ്റെ നോമിനി ആയിരുന്നു VG മേനോൻ. VS അച്യുതാനന്ദൻ അറിയില്ലായിരുന്നു ഇദ്ദേഹം ഒരു കാട്ടുകള്ളനാണെന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രശാന്ത് കുടുങ്ങിയിരിക്കുകയാണ്. നേരത്തെ പത്മകുമാർ കുടുങ്ങി. പത്മകുമാർ നേരത്തെ ചില വെളിപ്പെടുത്തലുമായി വരാനൊക്കെ തയ്യാറായിരുന്നു. യഥാർത്ഥത്തിൽ പ്രതി പിണറായി വിജയനാണ്. ഇവിടെ നിന്ന് സ്വർണ്ണമല്ല, ഒരു തരി സ്വർണ്ണമല്ല, അവിടെ എന്തെടുക്കണമെങ്കിലും പിണറായി വിജയൻ അറിയാതെ അണങ്ങില്ല എന്നറിയാം. അപ്പോൾ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. ഇവിടെ പത്മകുമാറിനെ നിയമിച്ചപ്പോൾ പത്മകുമാറിനോട് കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? ഈ ശബരിമലയിലാണ് കയറുന്നത്, അവിടെ അടിച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ തട്ടിയെടുത്തോളണം, എനിക്ക് കിട്ടാനുള്ള അവിടെ എത്തിച്ചോളണം. ആ വിശ്വാസത്തിലാണ് പത്മകുമാറിനെ അവിടെ പ്രസിഡന്റ് ആക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു എന്നുള്ള കാര്യം പത്മകുമാറിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ആളാണ് ബന്ധുവായ ആൾ. അപ്പോൾ പിണറായി വിജയനാണ് യഥാർത്ഥ വില്ലൻ ഏതിൽ? ശബരിമല കൊള്ളയിൽ. ഇപ്പം നമുക്ക് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഇവിടെ ഇത്രയും കൊള്ള നടത്തുമ്പോൾ പിണറായി വിജയനെ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ മെസ്സേജ് അയച്ച നമ്മുടെ യോഗി ആദിത്യനാഥ് അവിടെയും കള്ളത്തരം ചെയ്തിരിക്കുകയാണ്. അയോധ്യയിൽ ഇന്ത്യ മുഴുവൻ വലിയ പ്രശ്നമുണ്ടായ സ്ഥലമാണ് അയോധ്യ. അപ്പോൾ അവിടെ ഇതൊന്നുമല്ല, അവിടെ 10,000 കോടിയിലേക്കാണ് അവിടെ വന്ന സംഭാവനയായി കിട്ടിയ വജ്രങ്ങളും വെള്ളിയും സ്വർണവും ഒക്കെ അടിച്ചുകൊണ്ടുപോയി, കിട്ടുന്ന പൈസയൊക്കെ അടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം. അതായത് ദൈവത്തിൻ്റെ പേരിൽ കിട്ടുന്ന പൈസയൊക്കെ അവിടെയുള്ള ഇത്തരത്തിലുള്ള ആളുകൾ അതിനുവേണ്ടി പോരാട്ടം നടത്തി അമ്പലം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന ആൾക്കാരെല്ലാം തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. നമുക്ക് അതിനെക്കുറിച്ച് വേറെ സ്റ്റോറി ചെയ്യാം. അയോധ്യയിലെ തട്ടിപ്പും ശബരിമലയിൽ തട്ടിപ്പും. ചേട്ടൻ ബാവ അനിയൻ ബാവ. ചേട്ടൻ പിണറായി ആണെങ്കിൽ അനിയൻ ബാവ യോഗി ആദിത്യനാഥാണ്. ഇവർ രണ്ടുപേരും കാട്ടുകള്ളന്മാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. കേരളത്തെ മുച്ചൂടും നശിപ്പിച്ച് കേരളത്തിൽ 5 ലക്ഷം കോടി കടത്തിലേക്ക് തള്ളിവിട്ട കേരളത്തിൻ്റെ ഒരു കാരണഭൂതനാണ് ആര്? പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, ആരെങ്കിലും പിണറായി വിജയനെതിരെ ഒരു വാർത്ത ചെയ്താൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന പരിപാടിയാണ് പിണറായി വിജയനുള്ളത്. കേസ് എടുക്കുക എന്നുള്ളൊരു ഹോബിയാണ്. അതിനിടെ പിണറായി എൻ്റെ കൈവശം 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ കള്ളപ്പണത്തിൻ്റെ രേഖകളുണ്ടായിരുന്നു. പക്ഷേ അത് അറിഞ്ഞോടെ എൻ്റെ ഈ കിട്ടിയെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്ത് എന്നെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹം അതെല്ലാം പോലീസിനെ ഉപയോഗിച്ച് കടത്തിക്കൊണ്ടുപോയി. അതാണ് പിണറായി വിജയൻ. അങ്ങനെ കാട്ടുകള്ളനായ, വാ തുറന്ന കള്ളം മാത്രം പറയുന്ന, ജീവിതത്തിൽ ഒരു സത്യസന്ധതയില്ലാത്ത ഒരു വികൃത ജീവിയാണ്, ഭീകര ജീവിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് 2 പ്രസിഡന്റുമാരും കള്ളന്മാരായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. പ്രശാന്തും കൂടി പ്രതിയിലായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത. നന്ദി, നമസ്കാരം.